ഗാസയിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേലിന്റെ ലേസർ പ്രയോഗം. ലേസർ ആയുധം ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ. ആധുനിക യുദ്ധരീതികളിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച് സാങ്കേതിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസയിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേൽ വ്യോമസേന വിന്യസിച്ച ഒരു പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ സുപ്രധാന വിജയം സ്വന്തമാക്കിയത്. ഇസ്രയേൽ വ്യോമസേനയുടെ ഏരിയൽ ഡിഫൻസ് അറേ ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ശത്രു രാജ്യത്തിന്റെ ഡ്രോണുകളെ വിജയകരമായി വെടിവെച്ചിട്ടു. ഇസ്രയേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഈ ലേസർ ആയുധം വികസിപ്പിച്ചെടുത്തത്. ലോകത്തിലെ ഒരു രാജ്യവും ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഈ ലേസർ ആയുധം എന്നുള്ളത് ഇസ്രായേലിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുകയാണ്. ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ കടുത്ത ചൂടുപയോഗിച്ച് നശിപ്പിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത പ്രകാശകിരണം ഉപയോഗിക്കുന്നതിനാണ് പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം. പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കുറഞ്ഞ ചിലവിലും വേഗത്തിലും ഉള്ള പ്രതികരണത്തിനും ലേസർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഇത്രയും ശക്തമായ ലേസർ ബീം ഉപയോഗിക്കുന്നത് ഇത് ആദ്യമാണെന്നും അത് വിജയകരമായി നടപ്പിലാക്കി എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ബ്രിഗേഡിയർ ജനറൽ ജൂഡ എൽമാക്കായസ് വ്യക്തമാക്കി. ഇസ്രായേൽ ആസ്ഥാനമായുള്ള റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഹൈ എനർജി ലേസർ വെപ്പൺ ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ ലേസറിന്റെ സഹായത്തോടെ അനായാസം നശിപ്പിക്കാൻ സഹായിക്കുന്നു. പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ആക്രമണങ്ങളെ കുറഞ്ഞ ചിലവിൽ പ്രതിരോധിക്കാൻ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ IAF ലേസർ സംവിധാനങ്ങൾ പഠിക്കുകയും വിന്യസിക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുകയും പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കുകയും ചെയ്തു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന ഡയറക്ടറേറ്റിന്റെ തലവനായ ബ്രിഗേഡിയർ ജനറൽ യഹൂദ എൽമാക്കായസ് പ്രോട്ടോടൈപ്പിന്റെ യുദ്ധഭൂമിയിലെ വിജയകരമായ ഉപയോഗം യുദ്ധക്കളത്തിലെ ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ഹൈ പവർ ലേസർ ഇന്റർസെപ്ഷനുകളായി അടയാളപ്പെടുത്തിയതായി പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ലേസർ വെപ്പണിന്റെ പ്രവർത്തനവും കാണാം. കുറഞ്ഞത് 3 ഡ്രോണുകളെങ്കിലും വിജയകരമായി നിർവീര്യമാക്കി. ഒരു വീഡിയോയിൽ ലേസർ ഒരു ഡ്രോണിന്റെ അഗ്രം ഫോക്കസിംഗിലൂടെ കത്തിക്കുകയും ഡ്രോൺ നിലത്ത് വീഴുന്നതും കാണാം. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടിക്കെതിരെ വിവിധ രാജ്യങ്ങൾ അതേസമയം വിമർശനവുമായി രംഗത്തെത്തുകയാണ്. പക്ഷേ ആ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. ഗാസ മുനമ്പിൽ ഭക്ഷണം വാങ്ങാൻ ക്യൂ നിന്ന 1000-ലധികം ജനക്കൂട്ടത്തിന് നേരെയാണ് ഇസ്രായേൽ ടാങ്കുകൾ പാഞ്ഞെടുത്തത് എന്നാണ് ആരോപണം. 31 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഫലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നത്. 170-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള സന്നദ്ധ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഹബിൽ ഭക്ഷണം വാങ്ങാൻ പോയവർക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ട്. ഇവിടേക്കാണ് ഇസ്രായേലി ടാങ്കുകൾ വെടിയുതിർത്തത് എന്നാണ് ആരോപണം. പുതിയ സഹായ വിതരണം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.